നമുക്ക് സിനിമയിൽ വരണം, അഭിനയിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ക്യാരവനിൽ ഇരിക്കുമ്പോൾ ഓരോരുത്തരെയും കാണുമ്പോൾ നമ്മൾ ബിഗ് സ്ക്രീനിൽ നിന്ന് നമ്മുടെ മുമ്പിൽ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം വേറെ തന്നെയായിരുന്നു. തിരമാലകൾക്ക് ഉന്നം വെച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തിരമാലകൾ പോലെ ഒരു ആർട്ടിസ്റ്റ് കൊണ്ട് അതെ ഒരു മൂവിയിൽ ഇത്രയും ആർട്ടിസ്റ്റിന് ഭയങ്കര സന്തോഷം. ഈ സിനിമ കഴിഞ്ഞിട്ടാണ് അടുത്ത വേഷങ്ങൾ ഏതാണെന്ന് ചിന്തിക്കാൻ. കമലഹാസൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ ഹൈദരാജി ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇത്രയും ഇതായിട്ടൊരു പുതുമുഖ നടൻ പഠിച്ചു വെച്ചിട്ട്. എന്നാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് തൊട്ടിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ മോഷൻ ഡ്രാഗൺ വരുന്നത് തൊട്ടിട്ടുള്ള ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഈ സിനിമ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് രാകേഷാണ്. അതുകൊണ്ടാണ് രാകേഷ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സിനിമ പഠിച്ചു. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയോടുള്ള അതിയായ പാഷനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് സിനിമയുടെ കൂടെ നിന്ന് അതിൻ്റെ എല്ലാ ഏരിയയിലും നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ള തരത്തിലുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. മിക്കവാറും ചിലപ്പോൾ നാളെ ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു വലിയ പ്രൊഡ്യൂസറോ ഒക്കെ ആവാൻ സാധ്യതയുള്ള ഒരു കലാകാരനാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നടനും പറ്റുമല്ലോ. നമ്മളും ചെയ്തിട്ടില്ലേ, പ്രൊഡ്യൂസ് ചെയ്ത് പടം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കഴിവുള്ള ഒരാളായിരിക്കും സിനിമ കണ്ട് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടേണ്ടത് പ്രേക്ഷകരാണ്. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഒരു കലാകാരന്മാർ ഇത്രയും കലാകാരന്മാരുടെ ഒപ്പമാണ് നിന്ന് അഭിനയിച്ചിരിക്കുന്നത്. ഇത്രയും ആളുകളുണ്ട്, ഇവരൊക്കെ തഴക്കവും പഴക്കവും ഉള്ളവരാണ്. അവിടെ നിന്ന് താങ്കൾ അഭിനയിക്കാൻ ഈ സിനിമയിലുണ്ടെങ്കിൽ താങ്കൾ ഒരു കഴിവിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളുടെ കഴിവ് ഇവരും പ്രേക്ഷകർ തിരിച്ചറിയണ്ട. പ്രേക്ഷകർ തിരിച്ചറിവാണ് നമ്മുടെ ഒരു വളർച്ചയ്ക്ക് ഏറ്റവും കാരണമാണ്. എക്സാം എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടീനെ പോലെ അത്രയേ ഉള്ളൂ, കാത്തിരിക്കുകയാണ്. ആ റിസൾട്ട് നമ്മളല്ലല്ലോ ജഡ്ജ് ചെയ്യേണ്ടത്. ജഡ്ജ് ചെയ്യേണ്ട ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് പ്രാബല്യത്തിലേക്ക് ആക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെയാണ്, നിങ്ങൾ കുറച്ച് നാളായിട്ട് ഒരുമിച്ചില്ലാത്തൊരു സമയമുണ്ടായിരുന്നു. നിങ്ങളുണ്ട് മൊത്തത്തിൽ ചർച്ച വരെ വന്നിട്ടുണ്ട്. ഇനി ചില സമയത്ത് മമ്മൂക്കാടെ കൂടെ കാണുന്ന ഒരാൾ, ചില സമയത്ത് അവിടുന്ന് മാറി. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരുമിച്ചെന്നുള്ള സാധനമുണ്ട്. നിങ്ങളിങ്ങനെ മാറി ഇങ്ങനെ നിന്ന് പോകുമ്പോൾ പല ആൾക്കാരും പല രീതിക്കുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് പറയാം, അത്തരം ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അന്ന് കണ്ടിരുന്നത്? അല്ല, ആ ഒരു സാധനം ഉണ്ടായെങ്കിൽ നല്ലതാണെന്നാണ് പറഞ്ഞത്. അല്ലെ, ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് റിപ്പീറ്റേഷൻ ചെയ്യുന്നതൊന്നും ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് കിടന്നത്. പിന്നെ എനിക്ക് ഇതിനിടയ്ക്ക് കിട്ടാറില്ലല്ലോ, താഴ്ത്തു വരണ്ടേ. പിന്നെ ഞങ്ങളവിടെ സ്ഥിരം കണ്ടുകൂട്ടുന്ന ആൾക്കാർ. നമ്മൾ ഇതേ താഴെ വരുമ്പോഴേ ലോഞ്ചിങ് പാർട്ടിലാണ് ഞാനുള്ളത്. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് അദ്ദേഹം പോകും, തിരിച്ചു വരും, എന്നിട്ട് എടാ എന്നോണ്ട് ഇന്ന പോലെ കാര്യം. അപ്പം ഞാൻ പറയും ഇത് കഴിയും, അങ്ങനെയല്ലല്ലോ. ക്രമേണ ആളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതങ്ങ് വിട്ട് കളയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ്. അതുകൊണ്ട് അതൊരു വിഷയമുള്ളൊരു കാര്യമില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ടൊരു നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ എപ്പോഴും നമ്മൾ ഒന്നിച്ചുണ്ട്. ഇപ്പോൾ അമ്മ അസോസിയേഷനാണെങ്കിലും മാ അസോസിയേഷനിലാണെങ്കിലും അല്ലാതെയുള്ള പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ടിനി പറഞ്ഞ പോലെ തന്നെ ഒരു ആൾക്കാർക്ക് ഫീൽ ചെയ്യണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, ഇവരൊരു ഫ്രഷ്നെസ്സിന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നവരെല്ലാവരും ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു ഗുണമുണ്ടായി എന്നുള്ള ഫീൽ ചെയ്യുന്നു. ഈ നിങ്ങൾ തമ്മിലുള്ള ഒത്തിരി ഗൾഫ് പ്രോഗ്രാം ഉണ്ട്, എന്നും ഓർത്തു വെക്കുന്ന ഒരു അനുഭവം എന്തായിരിക്കും? അയ്യോ, ഒരുപാട് രസകരമായ ഒരു മുഹൂർത്തം എന്തായിരിക്കും? അത് ഏത് പറയണം എന്നുള്ളതാണ്. കാരണം ഒത്തിരി എല്ലാ ദിവസവും ഒരു സംഭവമുണ്ട്. ഈ ഗൾഫ് ഷോയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ഇവൻ പെട്ടെന്ന് ഇച്ചിരി ശ്രദ്ധക്കുറവുള്ള ആളാണ്, സ്പീഡും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാളാണ്. അപ്പോൾ ഇവനൊരു കാല് വെക്കുമ്പോൾ ഞാൻ 10 കാല് വെക്കണം, എന്നാലേ ഉപ്പ് എത്താൻ പറ്റുള്ളൂ. ഇവൻ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവൻ ഒരു കാല് വെച്ച് 2 കാല് വെച്ച് എത്തി എമിഗ്രേഷനിൽ. എത്തിക്കഴിഞ്ഞിട്ട് പുള്ളി അവിടെ കാത്തു നിൽക്കുക എന്നെ. കാരണം എന്താണെന്നറിയോ, നല്ല ക്യൂവാ. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ട് വേണം എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് കടന്നു പോകാം. അവരെന്നെ കണ്ടു പറഞ്ഞിട്ട് കൊണ്ടുപോകും. അങ്ങനെ പാസ്പോർട്ടിൻ്റെ കൂടെ തന്നെ എന്നെ ഐഡന്റിറ്റി കാർഡായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.